അടുത്തത് മൊഡ്യൂൾ 4 ഒരു എസ്സേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 4 എസ്സേയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രീ ശ്രീനിവാസയുടെ എ വുമൺസ് വേൾഡ് ടി കെ പത്മിനി. അപ്പോൾ ആരാണ് ടി കെ പത്മിനി, എന്താണ് ഈ എസ്സേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടി കെ പത്മിനി ഒരു പയനിയറിംഗ് വുമൺ ആർട്ടിസ്റ്റ് ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള വളരെ ബോൾഡ് ആൻഡ് മോഡേണിസ്റ്റ് സ്റ്റൈലിലും ഒരു ഫെമിനിസ്റ്റ് വിഷനോട് കൂടിയും ഉള്ളൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഇവരെന്ന് പറയുന്നത്. ആ സമയത്ത് ഇവർ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹെവിലി മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആർട്ടിസ്ട്രിക് ആ ഒരു എന്താ പറയുക ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പം ടി കെ പത്മിനിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരാണ് ജനിച്ചത്. ആൻഡ് ഒരു ഫിഷിംഗ് വില്ലേജിൽ നിന്നാണ് ഇവർ വന്നത്. ആൻഡ് ഷി വാസ് അഗെയിൻസ്റ്റ് എന്താ പറയുക, ഈ ഒരു പൊസിഷനിൽ അവർ എത്തിച്ചേർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് ഫാമിലി റെസ്ട്രിക്ഷൻസിൽ നിന്നും എന്താ പറയുക ആർട്ട് പഠിക്കാൻ വേണ്ടി ഇവർ ഫൈറ്റ് ചെയ്തിട്ട് ഇറങ്ങി വന്നവരാണ്. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്ടിലാണ് പഠിച്ചത്. ആ സമയത്ത് ഈ ആർട്ടിനോട് അല്ലെങ്കിൽ എസ്പെഷ്യലി പെയിൻറ്റിങ് അല്ലെങ്കിൽ ആർട്ട് എന്തെങ്കിലും ഒരു ഇതുമായിട്ട്, അതായത് ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ മുമ്പോട്ട് വരുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ഒരു കാര്യമായിരുന്നു. ആൻഡ് അവരുടെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സിംബോളിക്കായിട്ട് ഫീമെയിൽ ബോഡിയെ പോർട്രേ ചെയ്യുക, റൂറൽ ലൈഫിനെ വരയ്ക്കുക, ഇമോഷണൽ ഡെപ്തോട് കൂടിയും ഭയങ്കര എന്താ പറയുക ഈ കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ മെത്തേഡ്സ് എല്ലാം എന്ത് പറയുകയാണ് റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു രീതിയിലാണ് ഇവർ വരയ്ക്കുന്നതൊക്കെ. അപ്പം ഇവർ ഒരുപാട് ഫാമിലിയിൽ നിന്ന് എസ്പെഷ്യലി ഫ്രം ഹർ മദർ ജെൻഡർ ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. പോവർട്ടിയിലാണ് ഇവരുടെ ടാലൻറ്റ് റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ പോലും ഇവർ ശിഷ്ടകാലം, അതായത് ഇവരുടെ ഫുള്ളല്ല കുറച്ച് കാലം എന്ന് വെച്ചാൽ ഇവർ പോവർട്ടിയിലാണ് ജീവിച്ചിരുന്നത്. മാരേജ് വഴി ഇവരൊരു പേഴ്സണൽ ഫ്രീഡം ആൻഡ് പെയിൻറ്റിങ്ങിലുള്ളൊരു സ്പേസ് കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിച്ചു. 29 ചൈൽഡ് ബർത്തോടു കൂടിയാണ് ഇവർ മരിച്ചത്. പോസ്റ്റ്മസ്ലി ഇവരെ എന്താണ് മോഡേണിസ്റ്റ് പെയിന്റർ ഓഫ് കേരള എന്നാണ് ഇവർ എന്ത് ചെയ്യുന്നു, ഇവരെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ അവരുടെ വർക്കൊക്കെ ഇപ്പം സെവറൽ ഗാലറീസിൽ പ്രിസർവ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറയുന്ന സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് ടി കെ ദിവാകര മേനോനാണ്. ഈ ദിവാകര മേനോൻ എന്ന് പറയുന്നത് പത്മിനിയുടെ മെറ്റേണൽ അങ്കിളാണ്. അമ്മയുടെ അനുജനോ അല്ലെങ്കിൽ ചേട്ടനോ എന്തെങ്കിലും ആരാന്ന് വെച്ചാൽ അങ്ങനെ മെറ്റേണൽ അങ്കിളാണ്. ഒരു റെസ്പെക്റ്റഡ് ഇന്റലക്ച്വലാണ്, റൈറ്ററാണ്, മെന്റോറാണ്. അപ്പോൾ ഇവരുടെ ആർട്ടിസ്റ്റിക് ജേർണിയിൽ ഇവരെ ഹെൽപ്പ് ചെയ്തതും അല്ലെങ്കിൽ മെന്റർഷിപ്പ് ഒക്കെ വഹിച്ചതും ഒക്കെ ഇദ്ദേഹമാണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് പത്മിനിയുടെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിരുന്നു, കരിയർ വൈസ് ആൻഡ് ഇമോഷണലി ആൻഡ് ഇന്റലക്ച്വലി. ആൻഡ് പത്മിനി ഇദ്ദേഹത്തിന് ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിരുന്നു, അവരുടെ ഫ്രസ്ട്രേഷൻസും സ്ട്രഗിൾസും ഹോപ്സ് ആൻഡ് ഡ്രീംസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഈ ലെറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആയിട്ട് പിന്നീട് അത് പ്രിസർവ് ചെയ്യപ്പെട്ടു. അവരുടെ ലൈഫിനെ കുറിച്ച് അവരുടെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് ഈ ലെറ്റേഴ്സ് വഴി അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ദിവാകര മേനോൻ ഇവരുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അമ്മയായിട്ടുള്ള കോൺഫ്ലിക്ട്സും എല്ലാം, അതുപോലെ തന്നെ അൺടൈംലി ഡെത്തിന്റെ കാര്യങ്ങളും എല്ലാം ഇദ്ദേഹം എന്താണ് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടി കെ ദിവാകര മേനോനും ടി കെ പത്മിനിയും 2 ജനറേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ ഒരു റിബല്ലിയസ് ഫീമെയിൽ ആർട്ടിസ്റ്റാണ്, ഐഡന്റിറ്റിക്ക് വേണ്ടിയും എക്സ്പ്രഷന് വേണ്ടിയും ഫൈറ്റ് ചെയ്യുന്നു. അദ്ദേഹം എന്ന് പറയുന്ന ഓൾഡർ ആണ്, സപ്പോർട്ടീവ് മെയിൽ മെന്ററാണ്. അദ്ദേഹമാണ് ഇവരുടെ സ്ട്രഗിളിനെ റെക്കഗ്നൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്തതും അവരുടെ ലെഗസി പ്രിസർവ് ചെയ്തതും ഇവർ എന്താണ് ടി കെ ദിവാകര മേനോനാണ്. സോ അവരുടെ ആ ഒരു കറസ്പോണ്ടൻസ് ലെറ്റർ വഴിയുള്ള ആ ഒരു സംസാരം, സ്റ്റോറീസ്, അതെല്ലാം പത്മിനിയുടെ ലൈഫിനെ കുറിച്ച് നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടി കെ ദിവാകര മേനോന് ഇവരുടെ ലൈഫിൽ എന്തായിരുന്നു ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആർട്ട് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരു ഫെമിനിസ്റ്റ് ഐക്കോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇതിലോട്ട് പോവാം. അപ്പോൾ പാരഗ്രാഫ് 1 അപ്പോൾ ഇതൊരു പിന്നെന്താണ് ടി കെ പത്മിനിയുടെ, അതായത് പത്മിനീസ് ലെറ്റേഴ്സ് ടു അങ്കിൾ ടി കെ ദിവാകര മേനോൻ എന്നുള്ള ഈ ഒരു ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ടി കെ പത്മിനി അയച്ച ലെറ്ററുകളിൽ നിന്ന്, ദിവാകര മേനോൻ അയച്ച ലെറ്ററുകളിൽ നിന്നുള്ളൊരു കുറച്ച് പോർഷൻ അത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ കുറച്ച് പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പാരഗ്രാഫ് 1 പറയുന്നത് വെച്ചാൽ പത്മിനി എന്ത് ചെയ്യാണ്, ഒരു ആർട്ട് എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുവാണ്. ആ കത്തിനകത്ത് പറയുവാണ്, അങ്കിളുടെ അടുത്തുള്ള കത്തിനകത്ത് പറയുവാണ്, എനിക്കൊരു ആർട്ട് എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തിരിക്കുവാണ്. അതെനിക്ക് ജ്വല്ലറി ഒന്നും എനിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. ആൻഡ് ഓൾസോ എന്താണ് ഇങ്ങനെ ഷോക്കേസ് പോലെ ഒരു ഒബ്ജക്റ്റ് പോലൊന്നും എനിക്കിങ്ങനെ എക്സിബിഷൻസിലൊക്കെ ഭയങ്കര ഒരുങ്ങിക്കെട്ടിയൊന്നും പോകുന്നതൊന്നും താല്പര്യമില്ലെന്ന് പറയുവാണ്. പക്ഷെ അമ്മ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അപ്പിയറൻസ് അല്ല, ഇവരുടെ ആർട്ടാണ് ഇവർക്ക് ഡിസ്പ്ലേയിൽ നിൽക്കേണ്ടത്, അല്ലാതെ ഇവരുടെ അപ്പിയറൻസ് അല്ല, ഇവർ ഒരുങ്ങിക്കെട്ടി പോകണമെന്നാണ് അമ്മയ്ക്ക് ആഗ്രഹം. പക്ഷെ ഇവർക്കൊരിക്കലും ഷി ഡസൻ വോണ്ട് ടു എന്താ പറയുക ഷോക്കേസ് ഹർ ബോഡി, അല്ലാതെ ഇവർക്ക് എന്താണ് താല്പര്യം ശരിക്കും പറഞ്ഞാൽ ഷി വോണ്ടഡ് ടു എന്താ പറയുക ഫോക്കസ് ഓൺ ഹർ ആർട്ട് വർക്ക്സ്. അതാണ് വേണ്ടത്, ആർട്ട് വർക്ക്സ് ആണ് ഷുഡ് ബി ഓൺ ഡിസ്പ്ലേ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അമ്മ അതല്ല പറയുന്നത്, ഇവർ ഒരുങ്ങിക്കെട്ടി പോകണം എന്നാണ് അമ്മ പറയുന്നത്. ഈ ഒരു ഡിസഗ്രിമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര പ്രശ്നമാവുകയും അമ്മയും ഇവരും തമ്മിൽ ഭയങ്കര പ്രശ്നമാവുകയും ടി കെ ദിവാകര മേനോൻ മീഡിയേറ്റർ, അതായത് അദ്ദേഹത്തിന്റെ ഒരു മീഡിയേഷൻ വഴിയാണ് ഈ പ്രശ്നം സോൾവ് ആവുകയും ചെയ്തതെന്നാണ് പറയുന്നത്. ഈ പാരഗ്രാഫിനകത്ത് ആ ഒരു സ്ത്രീകളുടെ മുകളിലുള്ള ഒരു എക്സ്പെക്ടേഷനാണ് സൊസൈറ്റിയുടെ, അതായത് പബ്ലിക് സ്പേസസിലൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി ആർട്ട് എക്സിബിഷൻസിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ദേ ഷുഡ് ബി അഡോൺഡ് വിത്ത് ജ്വല്ലറി ആൻഡ് സാരി, അല്ലെങ്കിൽ ഹെവി ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയും കോസ്റ്റ്ലി ആയിട്ടുള്ള ജ്വല്ലറി ഒക്കെ അഡോൺ ചെയ്ത് വേണം സ്ത്രീകൾ പോകാനെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പത്മിനി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിക്ചേഴ്സ് എക്സിബിറ്റ് ചെയ്യൂ, അല്ലാതെ എനിക്ക് എക്സിബിഷൻ ഒന്നും വേണ്ട, എൻ്റെ എക്സിബിഷൻ അല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നതിനെതിരെയാണ് പത്മിനി ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു വോയിസ് ആണ് ഇവരിവിടെ പറയുന്നത്. അതായത് എനിക്ക് എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒരു പ്രദർശന വസ്തുവായിട്ട് കാണിക്കേണ്ട, എൻ്റെ പെയിന്റിങ്സിനെ വേണമെന്നുണ്ടെങ്കിൽ എക്സിബിറ്റ് ചെയ്യൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ജനറേഷണൽ ടെൻഷനാണ് അമ്മയുടെ ജനറേഷൻ ഇവരുടെ ജനറേഷൻ തമ്മിലുള്ള ടെൻഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യാം. ഓക്കെ, അമ്മ എന്ന് പറയുന്നത് ഫെമിനിസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഫെമിനിറ്റിയെ കുറിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വ്യൂസ്, ഓൾഡ് വ്യൂസ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ അതിന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പാരഗ്രാഫ് 2 അവരുടെ പോവേർട്ടി, ഇന്റഗ്രിറ്റി, റോൾ ഓഫ് വിമൻ ഇൻ ആർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പത്മിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഹെർ കരിയർ പോവേർട്ടിയിലാണ് ജീവിച്ചത്. ഈവൻ ഒരു വെൽ പെയ്ഡ് ജോബൊക്കെ റിജക്ട് ചെയ്തു, അതായത് ഒരു ഗാലറിയിലെ സെയിൽസ് ഗേൾ ആയിട്ട് ജോലി കിട്ടിയതാണെങ്കിൽ അതെല്ലാം റിജക്ട് ചെയ്തു. വെൽ പെയ്ഡ് ആയിരുന്നു, എന്നിട്ട് അത് റിജക്ട് ചെയ്തു. ബിക്കോസ് അവരെ ഒരു ഡെക്കറേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട്, അതായത് ഈ ചുമ്മാ ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരാളായി പോകുമെന്ന് അവർക്ക് സ്വയം അങ്ങനെ ആയി തീരണ്ടായിരുന്നു, അങ്ങനെ ചെറുതാവണ്ടായിരുന്നു. സോ എന്ത് ചെയ്തു, ഷീ ബിഗാൻ റിജക്റ്റിംഗ് ദീസ് വെൽ പെയ്ഡ് ജോബ്സ്. അതായത് ഒരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടിയതാണെങ്കിൽ അവരതെല്ലാം റിജക്ട് ചെയ്തു. ബിക്കോസ് ഷീ ഡസന്റ് വോണ്ട് ടു ഷോക്കേസ് ഹെർ സെൽഫ്. ഒരു പ്ലീസിംഗ് ആയിട്ട്, എപ്പോഴും ഒരു പ്ലീസിംഗ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ട് ഇവർക്ക് ഇത് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഷീ റെഫ്യൂസ് ടു കോംപ്രമൈസ് ഹർ ആർട്ടിസ്റ്റിക് ഇന്റഗ്രിറ്റി. അതുപോലെ തന്നെ ഈ വേൾഡ്, അതായത് ഈ ആർട്ട് നമുക്ക് പൈസയ്ക്ക് വേണ്ടി വിൽക്കുക, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അതിനൊക്കെ ഇവർ ഭയങ്കര എതിരായിരുന്നു. അപ്പം ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ആർട്ടിനൊക്കെ ഇവർ ടി കെ പത്മിനി ഭയങ്കര എതിരായിരുന്നു. അവർക്ക് അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇന്റഗ്രിറ്റി ഇവർക്ക് ഒരിക്കലും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഈ പാരഗ്രാഫിനകത്ത് സ്ത്രീകളുടെ വിമൻ ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ആണ്, അവരുടെ ഐഡന്റിറ്റി ഈ മെയിൽ ഡോമിനേറ്റഡ് ആർട്ട് ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ പത്മിനി എന്താണ് ഡിസിഷൻ എടുത്തത്, കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം റിജക്ട് ചെയ്യുന്നു. കാരണം എന്താണ്, അവർക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലറി സ്പേസിനൊക്കെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്. അതായത് ഭയങ്കര സൂപ്പർഫിഷ്യലാണ് ഈ ഗാലറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പെയിന്റിംഗ് എക്സിബിഷനൊക്കെ, അതായത് പെയിന്റിങ്സ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഗാലറിയൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഇവരെതിരാണെന്ന് വെച്ചാൽ അത് ഭയങ്കര സൂപ്പർഫിഷ്യലാണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്, ആർട്ടിനെ കമ്മോഡിഫൈ ചെയ്യുവാണ്, എസ്പെഷ്യലി സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പാരഗ്രാഫ് 3 ഇവർക്ക് നോമിനേഷൻ ഫോർ അവാർഡ് ആൻഡ് ജെൻഡേർഡ് റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് നാഷണൽ അവാർഡ് ഇൻ ഡൽഹി ഇവർക്ക് 1965 നോമിനേറ്റഡ് ആവുന്നു. പത്മിനിയുടെ അമ്മ എന്താണ്, ഇവർ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിനെതിരെ പത്മിനിയുടെ അമ്മ ഈ അവാർഡ് മേടിക്കാൻ ഇവർ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ പത്മിനിയുടെ അമ്മ ഇവരെ വഴക്ക് പറയുകയാണ്, അതിനെതിരെയായിട്ട് നിൽക്കുവാണ്. സോ ഇവർ ആ ഫ്രസ്ട്രേഷൻ ഈ ടി കെ ദിവാകര മേനോന്റെ ലെറ്ററിനകത്തോട്ട് അയക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചതെന്ന് പറയുന്നത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയി പോയി എനിക്കെന്ന് അവർ ഭയങ്കര വിഷമിച്ച്, ഈ അമ്മയുടെ ഈ സ്വഭാവം കാരണം ആരുടെ അടുത്ത് പറയുവാണ്, ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ, ഒറ്റയ്ക്ക് പോയി അവാർഡ് മേടിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്ന് അങ്കിളിന്റെ അടുത്ത് പരാതി പറയുവാണ്. അങ്ങനെ അയാൾ കംഫർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് എ ഫ്രണ്ട്സ് ഹെൽപ്പ് എന്താണ് ഈ ഒരു നാഷണൽ അവാർഡ് നോമിനേറ്റ് ചെയ്തേ ഉള്ളത്, കിട്ടിയില്ല. പക്ഷേ എന്നാൽ അവരത് സംഹൗ ഷീ മാനേജ് ടു അറ്റൻഡ് ദി ഫംഗ്ഷൻ. ഈ പാസേജിനകത്തും എന്താണ്, സോഷ്യൽ ലിമിറ്റേഷൻസ് ആണ് സ്ത്രീകളുടെ മുകളിലുള്ള. അതായത് റെക്കഗ്നേഷൻ കിട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് പോയി അതൊന്നും കാണാൻ പോലും പറ്റത്തില്ലെന്നൊരു അവസ്ഥയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചതെന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് അവരൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അതായത് എക്സലൻസ് ഉണ്ടെങ്കിൽ പോലും ഫാമിലി കൺട്രോളിൽ ഇങ്ങനെ നിൽക്കണം, ആ ഒരു സൊസൈറ്റിയുടെ കൺട്രോളിൽ ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ദുരവസ്ഥയാണ് സ്ത്രീ ആയിട്ട് ജനിച്ചാലുള്ളതെന്നാണ് ഇവർ പറയുന്നത്. പാരഗ്രാഫ് 4 എന്ന് പറയുന്നത് മാരേജ് എസ് എ മീൻസ് ടു ആർട്ടിസ്റ്റിക് ഫ്രീഡം. പത്മിനി ഒരു ഫെല്ലോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കെ ദാമോദരനെ കല്യാണം കഴിക്കുകയും നോട്ട് ഔട്ട് ഓഫ് റൊമാൻറ്റിക് നെസസിറ്റി, അതായത് ഇഷ്ടം തോന്നിയ കല്യാണം കഴിക്കുന്നില്ല, പക്ഷേ ഈ ഫാമിലിയുടെ റെസ്ട്രിക്ഷൻസിൽ നിന്ന് ഫ്രീഡം കിട്ടാൻ വേണ്ടിയും ആർട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. ദാമോദരൻ ഹിംസെൽഫ് എന്ത് ചെയ്യുന്നുണ്ട്, ലേറ്റർ ഇന്റർവ്യൂസിലൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഭാര്യ എന്നെ കല്യാണം കഴിച്ചത് ഫ്രീഡത്തിന് വേണ്ടിയാണ്, ആർട്ട് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ ഇത് മാരേജിനെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജിക്കലി പത്മിനി യൂസ് ചെയ്തത് ഈ ഫാമിലിയിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻസ് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ്.
ഇപ്പം അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്തോ, നീ അങ്ങനെ നടന്നോ എന്നിങ്ങനെ പറയുമല്ലോ. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു, അവരവരുടെ ഫ്രീഡത്തിന് വേണ്ടി നടന്നു. അതാണ് ഇവരുടെ ഒരു ഇത്. അപ്പോൾ മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ സറണ്ടർ ചെയ്തതല്ല, കീഴടങ്ങിയതല്ല. അവർ നല്ല രീതിയിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് എടുത്തൊരു സ്റ്റെപ്പാണ്, ഒരു ഡിസിഷനാണ് മാരിയിങ് സമ്മൺ എന്ന് പറയുന്നത്. സോ അത് അവരുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയാണ് അവരത് ചെയ്തത്. പാരഗ്രാഫ് 5 അവരുടെ ഏർലി ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് 29ാമത്തെ വയസ്സിൽ പ്രസവത്തിനോടനുബന്ധിച്ചാണ് ഇവർ മരിച്ചത്. അപ്പം ആ സമയത്ത് ഇവർക്ക് റെക്കഗ്നീഷൻ കിട്ടി വരുന്നതേ ഉള്ളൂ. ന്യൂസ് പേപ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് ദാമോദരന്റെ വൈഫ് എന്നുള്ള രീതിയിലാണ്. അവരുടെ ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ്സ് ഒന്നും ആരും ന്യൂസ് പേപ്പറിൽ പറഞ്ഞു പോയില്ല. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മെമ്മറിയിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് തന്നെ സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഇവിടെ ഫൊർഗോട്ടൺ ആവുകയാണ് ചെയ്യുന്നത്, റൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അവർ റൈസായി വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ ഹസ്ബൻഡിന്റെ പേര് വെച്ചിട്ടാണ് അവരെന്നിട്ടും മരണശേഷവും എന്ത് ചെയ്യുന്ന അറിയപ്പെട്ടതെന്നാണ്. ഒരു വല്ലാത്തൊരു ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ അവിടെ ആ ജെൻഡറിന്റെ ഇൻജസ്റ്റിസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്നുള്ള ഐഡന്റിറ്റി പോലും ഇല്ല ഈവൻ ആഫ്റ്റർ ഹർ ഡെത്ത് എന്നുള്ളത്. സോ ഈ പാരഗ്രാഫ് ആക്ച്വലി സ്പീക്സ് എന്ത് ചെയ്യാണ് പറയുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ വോയിസ് ഇവിടെ സൈലൻസ്ഡ് ആവുന്നു. എസ്പെഷ്യലി ഈ സ്ത്രീകളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ദെയർ മെൻ അല്ലെങ്കിൽ ദെയർ ഹസ്ബൻഡ്സ്. അതാണ് പറയുന്നത് ഇവിടെ. പാരഗ്രാഫ് 6 ഈ ടി കെ ദാമോദര മേനോന്റെ ദിവാകര മേനോന്റെ ട്രിബ്യൂട്ട് എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് ഇവരെ മരണശേഷം ഇവരുടെ ലെഗസി പ്രിസർവ് ചെയ്തെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫെയർവെലിനകത്ത് ദിവാകര മേനോൻ പറയുന്നതെന്ന് വെച്ചാൽ പത്മിനിയുടെ ഏർലി മരണത്തിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നു. അവരുടെ ബ്രില്യൻസിനെ സിൽവർ സ്റ്റാറുമായിട്ട്, അതായത് പെട്ടെന്ന് അണഞ്ഞു പോയ സിൽവർ സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് അവരുടെ ഗ്രേവ് എന്ന് പറയുന്നത്, കുഴിമാടം എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ലാൻഡിൽ തന്നെ ഒരു വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് അവരെ കുഴിച്ചിട്ടേക്കുന്നത്. പക്ഷേ ഇവരുടെ അഡ്മയറേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ വർക്കും ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ അവർക്കുള്ള അഡ്മയറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പം മേനോന്റെ ഈ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ പൊയറ്റിക് ആൻഡ് ഡീപ്ലി ഇമോഷണൽ ആണ്. അവരുടെ പത്മിനിയുടെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, ടാലന്റ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഒരേ ഒരു വ്യക്തി ആരാണ്? നമ്മുടെ മേനനാണ്. അതായത് ഇവരുടെ അങ്കിളാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവരുടെ വർക്ക്സും ഇവരുടെ ഈ ലെറ്റേഴ്സും എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചത്, ആളുകൾ അറിയട്ടെ എന്ന് കരുതി. ആൻഡ് ഒൺലി ആഫ്റ്റർ ഹർ ഡെത്ത് ആണ് ഈ സ്ത്രീകൾ, അതായത് ഇങ്ങനെയുള്ള വിമൺ ആർട്ടിസ്റ്റുകൾക്ക് റെക്കഗ്നീഷൻ, ട്രൂ അപ്രീസിയേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ജീവിച്ചിരുന്ന സമയത്ത് ആരും മൈൻഡ് ചെയ്തില്ല. മരണശേഷമാണ് ഇവർക്ക് പോലും റെക്കഗ്നീഷൻ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ടു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ അങ്കിൾ, അല്ലേ? പാരഗ്രാഫ് 7 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാൻസ് വേൾഡ് എന്ന് പറയുവാണ്. അതായത് പത്മിനിയുടെ ലൈഫും അതുപോലെ തന്നെ ഈ ഒരു ഇറ്റ്സ് എ മാൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു എട്ടാ ജെയിംസിന്റെ ഒരു സോങ് ഉണ്ട്. അതായത് ആണുങ്ങളുടെ ലോകമാണ് ഇത്, അവിടെ പെണ്ണുങ്ങൾക്ക് വേറൊരു ഇതും ഇല്ല, ഒരു പ്ലേസും ഇല്ല എന്നുള്ള പറയുന്നത്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണ് നമ്മുടെ റൈറ്റർ. അപ്പം ഒരു മെയിൽ ഡോമിനേറ്റഡ് ആർട്ട് വേൾഡിലോട്ട് എൻട്രി ചെയ്തു. കുറച്ചൊക്കെ ഇവർക്ക് ഒരു റെക്കഗ്നേഷനൊക്കെ കിട്ടാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഇവർ മരിച്ചുപോയി. പക്ഷേ ഇവരുടെ ഐഡിയാസ്, ഇവരുടെ ഐഡന്റിറ്റി, ഇവരുടെ ആർട്ട് അതിനെ ഭയങ്കര പ്യുവറായിട്ട് ഇവർ പ്രിസർവ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ദിസ് വേൾഡ് വുഡ് ബി നത്തിങ് വിത്തൗട്ട് വിമൻ ലൈക്ക് ടി കെ പത്മിനി എന്നാണ് പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്. അതായത് പത്മിനിയുടെ ലെഗസിയെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു ഫിഷിംഗ് വില്ലേജിൽ നിന്ന് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സർക്കിളിലോട്ട്, വളരെ ഹൈലി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സർക്കിളിലോട്ട് ഇവർക്ക് എത്തപ്പെടാൻ പറ്റി. അത് ഇവരുടെ ഒരേ ഒരു കാരണമാണ്, ഇവരുടെ ഒരു ഡിറ്റർമിനേഷൻ, റെസിലിയൻസും കാരണമാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ആൻഡ് പൊളിറ്റിക്കൽ ഇവരുടെ ആ ഒരു ജേണിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് പേട്രിയാർക്കിക്കെതിരെയുള്ള ഫൈറ്റ് ഭയങ്കരമായിട്ട് കറേജസ് ആയിട്ട് ഇവർ ജീവിച്ചു. ഈവൻ ഇഫ് ഇറ്റ് വാസ് വെരി കട്ട് ഷോർട്ട് ആയിട്ട് പോലും ഇവർ ജീവിച്ചു. അപ്പോൾ പത്മിനി ഒരു സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ആണ്, ഡിഗ്നിറ്റി ആണ്, ഫൊർഗോട്ടൺ ജീനിയസ് ആണ് പത്മിനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തീമായിട്ട് വരുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദി ആർട്ട് വേൾഡ്, പിന്നെ കൊമേഴ്ഷ്യലൈസവും ഇൻറ്റഗ്രിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഇവർക്കെന്ന് വെച്ചാൽ നല്ല ഇൻറ്റഗ്രിറ്റി കാത്ത് സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ വർക്ക്സിനെ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി ഇവരൊന്നും ചെയ്തിട്ടില്ല. ഫാമിലി ആൻഡ് സൊസൈറ്റിയുടെ കൺട്രോൾ ഓവർ വിമൻ, അതും അടുത്ത തീമാണ്. ഫീമെയിൽ അച്ചീവ്മെൻറ്റിനെ എല്ലാം അത് ഫൊർഗോട്ടൺ ആയി മാറുന്നു എന്നുള്ളത്. പിന്നെ പോസ്റ്റ്ഹ്യൂമസ് റെക്കഗ്നീഷൻ, മരണത്തിന് ശേഷമുള്ള റെക്കഗ്നീഷൻ. ആർട്ട് എന്ന് പറയുന്ന സെൽഫ് എക്സ്പ്രഷനും റെസിസ്റ്റൻസുമായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഭയങ്കര സോറോ ആയിട്ടും അഡ്മിറേഷനോട് കൂടിയും ക്രിറ്റിക്കൽ റിഫ്ലക്ഷനോട് കൂടി എഴുതിയ ഒരു എസ്സേ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇവരെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് പത്മിനിയുടെ ഏർലി ഡെത്തിനെ കുറിച്ചും പക്ഷേ ഇവരുടെ ഈ ഒരു അൺകോംപ്രമൈസിങ് സ്പിരിറ്റിനെ കുറിച്ചും അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനെ കുറിച്ചും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു എപ്പിസ്റ്റോളറി രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എപ്പിസ്റ്റോളറി, അതായത് EPISTOLARY, ഒരു കത്തിന്റെ രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എപ്പിസ്റ്റോളറി എന്ന് വെച്ചാൽ കത്തിന്റെ രൂപത്തിൽ എഴുതുന്നതിനെയാണ്, ആ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊരു കത്തിൻ്റെ രൂപത്തിലാണ് ഇവർ എഴുതിയേക്കുന്ന ഒരു കത്തിനെ വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു എസ്സേ. അപ്പോൾ ഇതൊരു പേഴ്സണൽ മെമ്മറി ഒക്കെ ഉണ്ട്, ലെറ്റേഴ്സ്, ഇൻ്റർവ്യൂസും ഒക്കെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി കെ പത്മിനിയുടെ ലെഗസിയെ കുറിച്ചാണ് ഈ ഒരു എസ്സേ ഡിസ്കസ് ചെയ്യുന്നത്.